മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. ഭൂമി മാത്രം ഏറ്റെടുക്കുന്നതെന്ന് KLD ബോർഡിന്റെ വിശദീകരണം. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ്. വണ്ടിപ്പെരിയാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. നെടുങ്കണ്ടത്ത് ചന്ദനക്കാതൽ വിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർ വനംവകുപ്പിന്റെ പിടിയിലായി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന ചന്ദനമാണ് പ്രതികൾ മോഷ്ടിച്ചത്. 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന 7 കിലോ ചന്ദനക്കാതലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. അടിമാലി മച്ചിപ്ലാവിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. മച്ചിപ്ലാവ് സ്കൂൾപ്പടി സ്വദേശി ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. 46 വർഷമായി മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. എന്നാൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് KLD ബോർഡിന്റെ വിശദീകരണം. ഇക്ക നഗറിൽ 2 ഏക്കർ ഭൂമിയിലാണ് മിൽമയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് ഹബ്, സംസ്ഥാനത്തെ വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 2 വർഷം മുൻപാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മികച്ച നിലയിൽ പ്രവർത്തനം നടന്നു വരുന്നതിനിടയിലാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ബുധനാഴ്ച KLD ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത ബോർഡ് സ്ഥാപിച്ചത്.
തുടർന്ന് ഭൂമിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മിൽമ അധികൃതരും ക്ഷീരകർഷകരും ഇത് തടഞ്ഞു. തുടർന്ന് പോലീസ് എത്തിയാണ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടത്. ക്ഷീരകർഷകർ, മിൽമ എറണാകുളം മേഖല യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നീക്കത്തിനെതിരെ ഇക്കാനഗറിലെ ഭൂമിയിൽ ധർണ നടത്തി. അല്ലെ ഈ ക്ഷീര കർഷകരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നടത്തുന്നതിനുള്ള സൗകര്യം എങ്ങനെ ചെയ്യും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു മിൽമയുടെയും KLD ബോർഡിൻ്റെയും ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ KLD ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്ന് മിൽമ മുൻ ചെയർമാൻ ജോൺ തെരുവത്ത് കുറ്റപ്പെടുത്തി. ഈ സ്ഥലം ഞങ്ങളുടെ ഫെഡറേഷൻ്റെ ചെയർമാനോ ഞങ്ങളുടെ എറണാകുളം മേഖലാ യൂണിയൻ്റെ ചെയർമാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വന്ന് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കാളികളാകാതെ അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന 70 സെൻറ്റ് സ്ഥലം മിൽമയ്ക്കും 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലം KLD ബോർഡ് എന്ന് പറഞ്ഞാണ്. ഇത് എവിടെ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തതയില്ല. എന്നാൽ ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് KLD ബോർഡിന്റെ വിശദീകരണം. 50 ലക്ഷത്തിന്റെ ഇന്റർനാഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞുവെന്നും KLD ബോർഡ് മാനേജർ പറഞ്ഞു. ആ ഓർഡർ പ്രകാരം, ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളൂ. ഗവൺമെന്റിന്റെ ഭൂമിയാണ്. 50 ലക്ഷത്തിന്റെ ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ് സെന്റർ ഇവിടെ ഉടനടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി സ്ഥലം ഏറ്റെടുത്ത് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. സ്ഥലം ലഭിക്കുന്നതുവരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നും KLD ബോർഡ് തൊഴിലാളികളും പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇരു വകുപ്പുകളും തമ്മിലുള്ള സ്ഥലതർക്കം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. മനുഷ്യജീവന് പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ് വന്യമൃഗശല്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നിലപാട് എന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മയിലാടുംപാറയിൽ യുവാവിനെ കാട്ടുപന്നി ആക്രമിച്ചത്. കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്നുള്ള മലയോര ജനതയുടെ ആവശ്യം തുടർച്ചയായി സർക്കാരുകൾ അവഗണിക്കുകയാണെന്നും ഇടുക്കിയിൽ നിന്ന് മനുഷ്യരെ കുടിയിറക്കുന്നതിന്റെ ഭാഗമായുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നിസ്സാരമായിട്ടുള്ള കാട്ടുപന്നികളുടെ ആക്രമണം പോലും ഇന്ന് മനുഷ്യജീവൻ എടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. നെടുങ്കണ്ടമടുത്ത് മയിലാടുംപാറ എന്ന സ്ഥലത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു യാത്രികനെ പന്നിക്കൂട്ടം ആക്രമിച്ച് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. വന്യമൃഗങ്ങളായിട്ടുള്ള കാട്ടുമൃഗങ്ങളായിട്ടുള്ള ആന, കടുവ, പുലി തുടങ്ങിയ മൃഗങ്ങളുടെ ആക്രമണത്തിന് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഫലപ്രദമായി നേരിടുന്നതിനുള്ള യാതൊരുവിധ നടപടികളും ഭരിക്കുന്ന സർക്കാരുകൾ, അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും, സ്വീകരിക്കുന്നില്ല എന്നൊരാക്ഷേപമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കുള്ളത്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ അവയെ കൊന്നൊടുക്കുകയും അതിൻ്റെ മാംസം മനുഷ്യർക്ക് ഭക്ഷിക്കാൻ അനുവാദം നൽകുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ മനുഷ്യരോടൊപ്പം മനുഷ്യരുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്ന ഭരണകർത്താക്കൾ, അത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും, മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത വിധത്തിൽ പന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. എല്ലാ കാര്യത്തിനും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെയും സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തെയും കുറ്റം പറയുന്നതല്ലാതെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനാവശ്യമായ യാതൊരുവിധ നടപടികളും ഈ രണ്ട് സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നത് മനുഷ്യജീവന് ഒരു പുല്ലുവില പോലും നമ്മുടെ ഭരണകർത്താക്കൾ കൽപ്പിക്കുന്നില്ല എന്നതിന് പ്രകടമായ തെളിവാണ്. വണ്ടിപ്പെരിയാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. മൗണ്ട് എസ്റ്റേറ്റിലെ തൊഴിലാളിയായ അന്തോണിയെയാണ് കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു തെറിപ്പിച്ചത്. തലയ്ക്കും കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മൂടൽമഞ്ഞ് കാരണം ഇതുവഴി കാട്ടാന എത്തിയത് അന്തോണി കണ്ടിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി വണ്ടിപ്പെരിയാർ മൗണ്ട് സത്രം പ്രദേശത്ത് സ്ഥിരമായി കാട്ടാന വരാറുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്ത് ചന്ദനക്കാതൽ വിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർ വനം വകുപ്പിന്റെ പിടിയിലായി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന ചന്ദനമാണ് പ്രതികൾ മോഷ്ടിച്ചത്. 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന 7 കിലോ ചന്ദനക്കാതലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി.
കമ്പംമെട്ട് പല്ലാമറ്റം സിബിച്ചൻ ദേവസ്യ, അച്ചക്കട പല്ലാമറ്റം സുരേഷ് എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. പട്ടം കോളനിയിലെ ഉടമസ്ഥൻ സ്ഥിരതാമസമില്ലാത്ത കൃഷിയിടത്തിൽ നിന്നുമാണ് പ്രതികൾ ചന്ദനമരം മുറിച്ചത്. മുറിച്ച കഷ്ണങ്ങളാക്കിയ ചന്ദനം വാഹനത്തിൽ കമ്പംമെട്ടിലെ വീട്ടിലെത്തിച്ച് ചെത്തിയൊരുക്കി തുടർന്ന് വിൽപ്പനയ്ക്കായി തൂക്കുപാലം ഓട്ടോ സ്റ്റാൻഡിലെ ചിലരെ സമീപിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിച്ചു തുടങ്ങിയത്. ചന്ദനം പ്രതികളുടെ വീട്ടിലുണ്ടെന്ന് വ്യക്തമായതോടെ വീട് വളഞ്ഞ് പ്രതികളെ പിടികൂടുകയായിരുന്നു. 7 കിലോ ചെത്തിയ ഉണക്കച്ചന്ദനത്തിന്റെ കാതലും മോഷണത്തിനുപയോഗിച്ച കൈവാളും ചെത്തിയൊരുക്കുവാൻ ഉപയോഗിച്ച വാക്കത്തിയും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. മേഖലയിൽ ചന്ദനമോഷണം പതിവായതോടെ 6 മാസം മുമ്പ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഈ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കുമളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റോയി വി രാജന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോജി എം ജേക്കബ്, ഉദ്യോഗസ്ഥരായ PS നിഷാദ്, ES ഷൈജു, അരുൺ ജോയ്, ജോബിൻ ഫ്രാൻസിസ്, അജിത്, മനു എന്നിവരാണ് അംഗങ്ങൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി മച്ചിപ്ലാവിൽ കനത്ത മഴയിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. മച്ചിപ്ലാവ് സ്കൂൾപ്പടി സ്വദേശി ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് വീട് അതീവ അപകടാവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടി. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ കനത്തതോടെ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട്. അത്തരത്തിൽ വീടിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണതിനെ തുടർന്ന് ആശങ്കയിലായിരിക്കുകയാണ് മച്ചിപ്ലാവ് സ്കൂൾപ്പടി സ്വദേശി ജോർജ് കുട്ടി. ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തോട് ചേർന്ന് ബലക്ഷമത ഉറപ്പുവരുത്താൻ നിർമ്മിച്ചിരുന്ന സുരക്ഷാ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. ഇതോടെ വീട് അപകടാവസ്ഥയിലായി. കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് വീട് അതീവ അപകടാവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടി. എൻ്റെ പുരയിടത്തിൻ്റെ സംരക്ഷണ ഭിത്തി അത് ഇവിടെ നേരത്തെ ഒരു മലയായിരുന്നു. നമ്പ്യാപറമ്പിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ ഇത് അഗാധമായി മലയിടിച്ച് ഇത് കട്ടിങ് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ പുരയിടത്തിന് ചുറ്റും ഇങ്ങനെ കട്ടിങ് വന്നപ്പോൾ പരാതി പറഞ്ഞപ്പോൾ പുള്ളി അത് കെട്ടിത്തന്നതാണ് കോൺക്രീറ്റ്. അത് ഇന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞു പോയി. എൻ്റെ പുരയിടത്തിനും എൻ്റെ വീടിനും നാശനഷ്ടങ്ങൾ ഇനി ഒരു ഇതുണ്ടായാൽ എൻ്റെ വീടിന് വരെയും ഇതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയതിനാൽ ബന്ധപ്പെട്ട മേലധികാരി ഇതിൽ ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് കൃഷിക്കും നാശം സംഭവിച്ചു. ഇതിനു സമീപം നിന്നിരുന്ന ജാതിമരങ്ങൾക്ക് നാശം സംഭവിച്ചു. മഴ കനത്തതോടെ ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന വിവിധയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട്. പാതയോരത്തെ മൺതിട്ടയ്ക്ക് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കനത്ത മഴ പെയ്യുമ്പോൾ ആശങ്കയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ നിന്നും ശുചിമുറി മാലിന്യം ശേഖരിച്ച ശേഷം നല്ലതണ്ണി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേയിലത്തോട്ടത്തിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടിയുമായി മൂന്നാർ പഞ്ചായത്ത്. മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് 1.5 ലക്ഷം രൂപ പിഴ ചുമത്തി. ഒപ്പം നിയമ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിലും പരാതി നൽകി. മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസമായിരുന്നു പരാതികൾക്കിട വരുത്തിയ സംഭവം നടന്നത്. മൂന്നാർ നല്ലതണ്ണി മേഖലയിൽ നിന്നും സംസ്കരിക്കുവാനായി ശേഖരിച്ച ശുചിമുറി മാലിന്യമാണ് നല്ലതണ്ണി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം തേയിലത്തോട്ടത്തിൽ തള്ളിയത്. മാലിന്യം നിക്ഷേപിച്ചു പോകും വഴി സംഭവം ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ വാഹനം മൂന്നാർ ടൗണിൽ വെച്ച് തടഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്തതോടെ മാലിന്യം തേയിലത്തോട്ടത്തിൽ തള്ളിയതായി സമ്മതിച്ചു. പിന്നീട് പഞ്ചായത്ത് വിഷയത്തിൽ ഇടപെട്ടു. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ നിന്നും മാലിന്യം തള്ളിയതായി ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി കൈക്കൊണ്ടത്. മാലിന്യം തള്ളിയവർക്കെതിരെ പഞ്ചായത്ത് 1.5 ലക്ഷം രൂപ വീതം പിഴ ചുമത്തി. ഒപ്പം നിയമ നടപടി ആവശ്യപ്പെട്ട മൂന്നാർ പോലീസിലും പരാതി നൽകി. മാലിന്യം തള്ളാൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. போய் பரிசோதிச்சதில் அவங்க செப்டிக் டேங்க் வேஸ்ட்டு வந்து தேயிலைக்காட்டுக்குள்ளே ஒழிச்சு விட்ருக்காங்கிறது தெரிஞ்சிச்சு. அப்போ நாங்கள் அதுக்கு பஞ்சாயத்தில் வந்து 50,000 ரூபா ஃபைன் அடிச்சுட்டு அந்த வண்டியை ஆர்டிஓட்ட ஏற்பிச்சிருக்கோம். വണ്ടിയെ പറ്റിയുള്ള നടപടി வந்து ആളൊഴിഞ്ഞയിടങ്ങളിൽ തള്ളുന്ന മാലിന്യം മഴ പെയ്യുന്നതോടെ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലും മറ്റും കലർന്നാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ ഇടവരുത്തും. സംസ്കരണത്തിനായി ശേഖരിക്കുന്ന ശുചിമുറി മാലിന്യം ഇത്തരത്തിൽ ആളൊഴിഞ്ഞയിടങ്ങളിൽ നിക്ഷേപിക്കുന്ന സംഭവം വർദ്ധിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം ചിത്തിരപുരം മേഖലയിൽ നിന്നും സമാന രീതിയിലുള്ള ചില പരാതികൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. അടിമാലി ടൗണിൽ നിന്ന് നോക്കിയാൽ മനോഹര കാഴ്ചയൊരുക്കുന്ന വെള്ളച്ചാട്ടമാണ് തലമാലി വെള്ളച്ചാട്ടം. മൺസൂൺ എത്തിയതോടെ തലമാലി വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒത്ത ചുവട്ടിൽ നിന്നും വേണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷക്കാലത്തും ഭംഗി തിരികെ പിടിക്കും. അടിമാലി ടൗണിൽ നിന്നുള്ള തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നു പോകുന്നവരുടെ ഇഷ്ടകാഴ്ചയാണ്. മഴ കനത്ത് പെയ്തതോടെ വേനലിൽ വരേണ്ട തലമാലി വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി. പാറയിടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒറ്റ ചുവട്ടിൽ നിന്നും വേണ്ടുവോളം ഇതിന്റെ ഭംഗി ആസ്വദിക്കാം. ടൗണിൽ നിന്നും അപ്സരക്കുന്ന് വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ. അടിമാലി ടൗണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഇരുമ്പലും രൗദ്രതയും കണ്ട് യാത്ര തുടരാം. വേനലിൽ വരളുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷക്കാലത്തും ഭംഗി തിരികെ പിടിക്കും. അടിമാലി ടൗണുമായി തൊട്ടുരുമിയൊഴുകുന്ന ജലപാതമെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ഇവിടേക്കെത്തുന്നവർ ചുരുക്കമാണ്. സന്ദർശകരുടെ കാര്യമായ സാന്നിധ്യമില്ലാത്തതിനാൽ വെള്ളം തല്ലിയൊഴുകുന്ന ഉരുളൻ കല്ലുകൾക്ക് പോലും വല്ലാത്തൊരു തനിമയുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. ഹന്ന ഇവാന മ്യൂസിക് പ്രൊഡക്ഷൻസിന്റെ പുതിയ മ്യൂസിക്കൽ വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. നോവുകൾ എന്ന ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ജെയ്സൺ ആണ്. തോരുന്നു കണ്ണീ മഴത്തുള്ളികൾ മേരിക്കുട്ടി അഗസ്റ്റിന്റെ രചനയിൽ സംഗീതം പകർന്ന ആൽബത്തിലെ ഗാനം പാടിയിരിക്കുന്നത് അജു ജേക്കബാണ്. സംവിധാനത്തിനു പുറമെ ക്യാമറയും എഡിറ്റിംഗും ജെയ്സൺ തന്നെ നിർവഹിച്ചിരിക്കുന്നു. അകലേക്കു നോക്കി നീ തിരയുന്നതാരി അണ പൊട്ടിയൊഴുകുന്നതറിയുന്നതാരി നിറയുന്നു നിന്നിൽ നോവുകളുയരുന്നു നിറയുന്നു നിന്നിൽ നോവുകളുയരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 3 ഘട്ടങ്ങളാണ് നോവുകൾ എന്ന മ്യൂസിക് ആൽബത്തിലൂടെ പറയുന്നത്. ഇടറുന്നു ഗദ്ഗതം ഇടനെഞ്ചിനുള്ളിൽ പടരുന്നു പിന്നെയും നെടുവീർപ്പുകൾ ഇടറുന്നു ഗദ്ഗതം ഇടനെഞ്ചിനുള്ളിൽ പടരുന്നു
പിന്നെയും നെടുവീർപ്പുകൾ. ഉപ്പുതറ അയ്യപ്പൻ കോവിൽ എന്നിവിടങ്ങളിലാണ് ഗാനം ചിത്രീകരിച്ചത്. MC ബോബൻ, ഡെന്നി ഡോം സേവ്യർ, മനു ആഷ്ലി, ആഞ്ചിയ, അതിഥി, ബേബി ജനീലിയ എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. ജോയിസ്, ജിത്തു, ജോബിൻ, ജോയി, ഷിജോ ഫിലിപ്പ്, ജയകുമാർ, ശ്യാംലാൽ, പ്രമോദ് എന്നിവരാണ് സാങ്കേതിക പ്രവർത്തകർ. റെക്കോർഡിംഗ് ജേക്കബ് സ്റ്റുഡിയോ, കുവൈറ്റ്. റെക്കോർഡിംഗ് എഞ്ചിനീയർ ബിജു ജേക്കബ്. നിർമ്മാണം മേരിക്കുട്ടി അഗസ്റ്റിൻ നിർവഹിച്ചിരിക്കുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിറ്റി വിഷൻ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. കല്ലാർകുട്ടി ടൗണിനരികെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർകുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡ് അടിമാലി കൊമളി ദേശീയപാതയുമായി സംഗമിക്കുന്നത് കല്ലാർകുട്ടി ടൗണിലാണ്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും. ഈ സാഹചര്യത്തിലാണ് ടൗണിനരികെ ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാക്കുമെന്നാണ് വാദം. ഈ മൺതിട്ട റോഡിനോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കോരി മാറ്റി വാഹനങ്ങൾക്കും യാത്രക്കാർക്കും സുരക്ഷ ഒരുക്കണം. എത്രയും പെട്ടെന്ന് ഇതിൽ ശ്രദ്ധ പതിക്കണമെന്നാണ് പറയാനുള്ളത്. കൊടും വളവോടുകൂടിയ ഭാഗമായതിനാൽ കല്ലാർകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ്. മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. സിറ്റി വിഷൻ, അടിമാലി. മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തിന് കൂടുതൽ കരുത്ത് പകരുക എന്ന ലക്ഷ്യത്തോടെ മൂന്നാറിൽ ആരംഭിച്ച ഹോർട്ടികോർപ്പിന്റെ സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം. സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത് പഴങ്ങൾ വിൽപ്പന നടത്തുകയെന്നതിനൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയെന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയായിരുന്നു പദ്ധതി തുടങ്ങിയത്. തുടക്കത്തിൽ മികച്ച രീതിയിൽ പോയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്നാണ് ആക്ഷേപം. വട്ടവടയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന കാര്യത്തിൽ ഒന്ന് വട്ടവടയിലെ സ്ട്രോബെറി കൃഷിയാണ്. സീസൺ കാലത്ത് സ്ട്രോബെറിയുടെ മധുരം മൂന്നാറിലും നുകരാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കുക,
ആവശ്യക്കാർക്ക് സ്ട്രോബെറി പഴങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ സ്ട്രോബെറി പാർക്ക് യാഥാർത്ഥ്യമാക്കിയത്. സ്ട്രോബെറി പാർക്ക് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് സ്ട്രോബെറി കൃഷി ചെയ്ത സീസണിൽ വിളവെടുപ്പിന് പാകമാകുന്നതോടെ സഞ്ചാരികൾക്ക് നേരിട്ടവിടെത്തി സ്ട്രോബെറി വാങ്ങാൻ അവസരമൊരുക്കുന്നതായിരുന്നു പദ്ധതി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുകയെന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ടായിരുന്നു. ഇതിനായി ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. തുടക്കത്തിൽ മികച്ച രീതിയിൽ പോയ പദ്ധതി പിന്നീട് താളം തെറ്റിയെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. കെടുകാര്യസ്ഥത കൊണ്ടും അഴിമതി കൊണ്ടും ഇന്ന് ഈ സ്ഥാപനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് അവിടെ സ്ട്രോബെറി എന്ന് പറയുന്ന കൃഷിയില്ല. അതുപോലെ തന്നെ പച്ചക്കറികൾ സംഭരിക്കുന്നില്ല. അഴിമതികൾ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത് സാധാരണ ജനങ്ങളുടെ നികുതി പണത്തിൽ ഇത്രയും കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന പദ്ധതിയിൽ ഇന്ന് കൊണ്ടുവന്ന മിഷനറിയെല്ലാം, അവിടെയുള്ള മിഷനെല്ലാം തുരുമ്പിച്ച് ഒരു അനാഥനെ പോലെ ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ സ്ട്രോബെറി പാർക്കിന്റെ ഭാഗമായ സ്ഥലത്ത് ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് കൃഷികൾ ഫലപ്രദമായി നടന്നു വരുന്നുണ്ട്. പച്ചക്കറികളുടെ സംഭരണവും നടക്കുന്നു. എന്നാൽ സ്ട്രോബെറി പാർക്കിന്റെ പേരിലുള്ള സ്ട്രോബെറി കൃഷി നിലച്ചു. മൂന്നാറിലെത്തിയാൽ തന്നെ സ്ട്രോബെറിയുടെ മധുരം നുകരാൻ മറ്റിടങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമുള്ളതിനാൽ സ്ട്രോബെറി പാർക്കിനുള്ളിൽ കുറ്റമറ്റ രീതിയിൽ സ്ട്രോബെറി കൃഷി നടപ്പിലാക്കിയാൽ സഞ്ചാരികളെ ആകർഷിക്കുകയും ടൂറിസത്തിന് സഹായകരമാകുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സ്ട്രോബെറി പാർക്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. അതേസമയം സ്ട്രോബെറി കൃഷിക്കായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ഹോർട്ടികോർപ്പ് അധികൃതരും അറിയിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പ്രവേശന റോഡ് തകർന്നിട്ട് നാളുകൾ പിന്നിട്ടിട്ടും നടപടിയില്ല. വലിയ കട്ടിംഗ് ആണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പാർക്ക് ചെയ്യാനെത്തുന്ന കാറടക്കമുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവുന്നതും സ്ഥിരമാണ്. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വാഹനങ്ങൾ കയറ്റണമെങ്കിൽ ഡ്രൈവർമാർ അല്പം ഓഫ് റോഡ് പരിശീലനം നേടണം. ആശുപത്രിയിലെത്തുന്നവരുടെ വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ വന്നതോടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പാർക്കിംഗ് സൗകര്യം ഒരുക്കിയത്. എന്നാൽ അന്നു മുതൽ ഈ പാർക്കിംഗ് സൗകര്യം കാര്യക്ഷമമല്ല എന്ന പരാതി തുടർന്നിരുന്നു. അതിനോടൊപ്പമാണ് പാർക്കിങ്ങിലേക്ക് വാഹനങ്ങൾ കയറുന്ന ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കട്ടിംഗ് രൂപപ്പെട്ടിട്ടുള്ളത്. വാഹനങ്ങൾ ഏറെ ശ്രമപ്പെട്ട് വേണം പാർക്കിങ്ങിലേക്ക് കയറാൻ. കാറടക്കമുള്ള വാഹനങ്ങൾ ഗ്രൗണ്ടിൽ കയറുന്ന വേളയിൽ അടിഭാഗം ഇടിക്കുകയും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. പാർക്കിങ്ങിലോട്ട് കയറുന്നിടത്ത് കുഴിയും കൊണ്ടുമായിട്ട് കിടക്കുന്നു. അവിടെ ഒരു സൗകര്യം ഒരു ലോഡ് മക്കെങ്കിലും കൊണ്ടിട്ടാൽ മതി. മക്കിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലെങ്കിലും താൽക്കാലികമായിട്ട് പരിഹാരം ഉണ്ടാവും. ആശുപത്രിയിൽ ആംബുലൻസ് അടക്കം എത്തുമ്പോൾ മറ്റു വാഹനങ്ങൾ ആശുപത്രിക്ക് മുൻപിലെ ചെറിയ ഇടത്തിൽ പാർക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. പാർക്കിംഗ് സൗകര്യമുണ്ടെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് ആളുകൾ വാഹനങ്ങൾ ആശുപത്രിക്ക് മുൻപിലെ ചെറിയ ഗ്രൗണ്ടിൽ നിർത്തിയിടുന്നത്. അതിനോടൊപ്പം ആശുപത്രിയിലേക്ക് എത്തുന്നവർ പ്രധാനമായി 20 ഏക്കർ പൊന്നിക്കവല റോഡിന്റെ വശങ്ങളിൽ നിർത്തിയിടുന്നു. ഇത് ഗതാഗത തടസ്സത്തിനും കാരണമാകുന്നുണ്ട്. അതിനോടൊപ്പം ആശുപത്രിയിലേക്ക് രോഗിയുമായി എത്തുന്ന വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ പാർക്കിങ്ങിന് സമീപത്തെ കട്ടിങ്ങിൽ ഇറങ്ങി കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണെന്നും ആളുകൾ പറയുന്നു. അടിയന്തരമായി പാർക്കിംഗ് സൗകര്യം പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. സിറ്റി വിഷൻ, കട്ടപ്പന. എഴുകുംവയലിൽ നാട്ടുകാരെ ദുരിതത്തിലാക്കിയ സ്വകാര്യ വ്യക്തിയുടെ പുൽകൃഷി നീക്കം ചെയ്ത് പൊതുപ്രവർത്തകരും നാട്ടുകാരും. റോഡിന് ഇരുവശത്തും മണ്ണിട്ടുയർത്തി പുൽകൃഷി നടത്തിയതോടെ വെള്ളക്കെട്ട് രൂപപ്പെട്ട പാതയിലൂടെയുള്ള ഗതാഗതം ദുഷ്കരമായതോടുകൂടിയാണ് നാട്ടുകാരുടെ ഇടപെടൽ. നാട്ടുകാർ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകാതെ വന്നതോടുകൂടിയാണ് ഇന്ന് നാട്ടുകാർ സംഘടിച്ചെത്തിയത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ 18-19 വാർഡുകളുടെ അതിർത്തിയിലുള്ള കൗന്തി കൈലാസ് നഗർ കുട്ടൻകവല റോഡിലാണ് ഈ വെള്ളക്കെട്ട്. 2018-19 കാലഘട്ടത്തിൽ PMSGRY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8 മീറ്റർ വീതിയിൽ പണി പൂർത്തീകരിച്ച റോഡിലാണ് സ്വകാര്യ വ്യക്തി പുൽകൃഷി നടത്തിയത്. ഇതോടുകൂടി ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കാൽനടയാത്ര പോലും അസാധ്യമാകുന്ന സാഹചര്യവുമായിരുന്നു. ഇതിനെ തുടർന്ന് നിരവധി പരാതികൾ അധികൃതർക്ക് നൽകുകയും അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കളായ നാട്ടുകാർ ചേർന്ന് ജനകീയ സമിതി രൂപീകരിക്കുകയായിരുന്നു. പ്രദേശവാസികളുടെ പരാതി നിരന്തരം ഉണ്ടായിട്ട് പഞ്ചായത്തിന് നോട്ടീസ് നിരവധി തവണ നോട്ടീസ് റോയിക്ക് കൊടുത്തിട്ടുള്ളതാണ്. റോയി ആ നോട്ടീസിന് യാതൊരുവിധ മാനദണ്ഡങ്ങളും കൽപ്പിക്കാതെ വീണ്ടും പുൽകൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായിട്ട്
പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇൻചാർജാണ് ഞാനിപ്പോൾ വഹിക്കുന്നത്. അതോടൊപ്പം പഞ്ചായത്തിൻ്റെ ജൂനിയർ സൂപ്രണ്ട് പ്രവീൺ ധനപാലനുണ്ട്, വാർഡ് ക്ലർക്ക് രണിതയുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ വന്ന് പ്രദേശവാസികളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ അപകടാവസ്ഥ വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ JCB വിളിച്ച് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള സർവേ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും റവന്യൂ ഉദ്യോഗസ്ഥരെയും ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് D. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് സ്ഥലത്തെത്തി വെള്ളക്കെട്ട് നീക്കം ചെയ്യുന്ന നടപടികൾ പൂർത്തീകരിച്ചു. ജനകീയ സമിതി ഭാരവാഹികളായ സാബു മാലിയിൽ, മിലൻ ജേക്കബ്, ശ്രീജിത്ത് MR, ബൈജു ജോസഫ്, സന്തോഷ് മണി, ലിൻസ് ജോൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ സംഘടിച്ചെത്തിയത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ജില്ലയിലെ ഏറ്റവും വലിയ പ്രതിഭാ സംഗമം നടത്തി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 500-ലധികം പ്രതിഭകളെയാണ് സ്കൂളിൽ നടന്ന അനുമോദന യോഗത്തിൽ ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാംകുന്നേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനമായ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണയും വിവിധ പരീക്ഷകളിൽ മികച്ച വിജയമാണ് കുട്ടികൾ നേടിയത്. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിലും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയുമാണ് പരിപാടിയിൽ ആദരിച്ചത്. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ജില്ലയിൽ പൊതുവിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ കല്ലാർ സ്കൂളിൽ 100% വിജയം കൈവരിച്ചിരുന്നു. 43 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. +2 പരീക്ഷയിലും മികച്ച വിജയമാണ് നേടിയത്. 15 പേരാണ് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയത്. ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ USS പരീക്ഷയിൽ വിജയിച്ചതും കല്ലാർ സ്കൂളിൽ നിന്നാണെന്ന പ്രത്യേകതയുമുണ്ട്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിഭാ സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് അറിവ് പകർന്നു വരുന്ന ഒരു വെളിച്ചം പോലെയാണ് അറിവ്. അജ്ഞതയല്ല ഇരുട്ടെ മാറ്റുവാൻ അറിവിന്റെ ലക്ഷ്മിയിൽ കഴിയുമെന്ന് നമുക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ അറിവ് ജീവിതത്തിൽ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. കൊണ്ടുപോകുന്ന ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. മേന്മ തന്നെ മരിച്ചാലും വിദ്യ തന്നെ മഹാധനം എന്നാണ് കവി പാടിയിട്ടുള്ളത്. PTA പ്രസിഡന്റ് രമേശ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CS യശോധരൻ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാവുദ്ദീൻ ഈട്ടിക്കൽ, SMC ചെയർമാൻ വിജയൻ പിള്ള, PTA ചെയർപേഴ്സൺ മഞ്ജു രമേശ്, PTA വൈസ് പ്രസിഡന്റ് ജോമോൻ താന്നിക്കൽ, പ്രിൻസിപ്പൽ ഇൻചാർജ് KV ഹെലോക്, ഹെഡ്മാസ്റ്റർ ജോൺ മാത്യു, KA സിറാജ്, റസാഖ് മൗലവി, അംബുജാഷൻ, ഇസ്മയിൽ, ഫൗസിയ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈഫ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. ഭൂമി മാത്രം ഏറ്റെടുക്കുന്നതെന്ന് KLD ബോർഡിന്റെ വിശദീകരണം. വന്യജീവി ആക്രമണത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ്. വണ്ടിപ്പെരിയാറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. നെടുങ്കണ്ടത്ത് ചന്ദനക്കാതൽ വിൽക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 പേർ വനം വകുപ്പിന്റെ പിടിയിലായി. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന ചന്ദനമാണ് പ്രതികൾ മോഷ്ടിച്ചത്. 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന 7 കിലോ ചന്ദനക്കാതലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. അടിമാലി മച്ചിപ്ലാവിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിൽ. മച്ചിപ്ലാവ് സ്കൂൾപ്പടി സ്വദേശി ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി, അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.